ട്രെയിനിൽ 6 വയസ്സുകാരിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം തടഞ്ഞത് കൊല്ലം സ്വദേശിനി വീണ. അക്രമയുടെ ദൃശ്യം പകർത്തി പോലീസിൽ വിവരമറിയിച്ചതും വീണ തന്നെയാണ്. സംഭവത്തിൽ കൊല്ലം സ്വദേശി 40-കാരനായ സാനിഷാണ് പ്രതി. തെങ്കാശിയിൽ നിന്ന് തീർത്ഥാടനത്തിന് കുടുംബത്തോടൊപ്പം എത്തിയ കുട്ടിയെയാണ് ഇയാൾ ആക്രമിച്ചത്. ഞാൻ അങ്ങനെ ഫോൺ എടുത്തിട്ട് ഇതിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് വിഷ്വൽസ് എടുത്ത വഴി ഞാൻ ഫോണിൽ കൂടെയാണ് കാണുന്നത്. ഈ കുട്ടിയോട് ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ ഫോണിൽ കൂടെ കാണുന്നത്. അത് ഒരുപക്ഷെ ഞാനത് കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് ഭയങ്കര മോശമായിട്ടുള്ളൊരു വാർത്ത. അടുത്ത സ്റ്റോപ്പിൽ ഉറപ്പായിട്ടും അയാൾ ആ കുട്ടിയും കൊണ്ട് പോയേനെ. പാലരുവി എക്സ്പ്രസിൽ പുലർച്ചെ 1:30-ഓടെയാണ് സംഭവം. തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് തീർത്ഥാടനത്തിനെത്തിയ കുടുംബം എടത്വാപ്പള്ളി സന്ദർശിച്ചതിനു ശേഷം മടങ്ങുകയായിരുന്നു. തമിഴ് കുടുംബം ട്രെയിനിൽ മടങ്ങവെയാണ് 6 വയസ്സുകാരി ക്രൂരമായ അതിക്രമത്തിനിരയായത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ അപ്പൂപ്പനൊപ്പം നിലത്ത് കിടക്കുകയായിരുന്നു കുട്ടി. ഈ സമയം ഇവിടേക്ക് വന്ന കൊല്ലം സ്വദേശി സാനിഷ് ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ ആരുമറിയാതെ എടുത്ത് സ്വന്തം സീറ്റിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന കൊട്ടാരക്കര സ്വദേശിനി വീണ ഈ ക്രൂരകൃത്യം കണ്ടതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഞാൻ മൊഴി കൊടുക്കാൻ പോയപ്പോഴും എസ് ഐ സാറും പറഞ്ഞത് അങ്ങനെയാണ്, ആളുടെ പേരിൽ 3 കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അയാളുടെ ഒരു മോളാകാനുള്ളൊരു പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കാണിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര മോശമാണ്. മാക്സിമം ശിക്ഷ അയാൾക്ക് കോടതിയിൽ നിന്ന് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വീണയുടെ സമയോചിതമായ ഇടപെടലാണ് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്. റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.